ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് റോസിൻ്റെ വീഡിയോസ് ഇടുമ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ട് 3000-ലധികം റോസാ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇത്തവണ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്നത്. ഇത്തവണ എന്നല്ല, ഈ കഴിഞ്ഞൊരാഴ്ച. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്ലാന്റ്സാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് എന്ന് പറയുന്നത് ബട്ടൺ റോസും സമ്മർ സ്നോ വൈറ്റ്. ഇത് എല്ലാം ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണ്. ബഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. നമ്മുടെ ചട്ടി നിറഞ്ഞിരിക്കുന്ന രീതിയിലാണ് കേട്ടോ. ബട്ടൺ റോസും ഒക്കെ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിലും കിട്ടാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബുഷി ആയിട്ടിരിക്കുന്ന നമ്മുടെ ഈ പ്ലാന്റ്സിന് 150 രൂപയാണ് വരുന്നത്. 150-ലധികം റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലും നമ്മുടെ കൂട്ടുകാരിലേക്ക് വേണ്ടിയിട്ട് ഇത്രയും റേറ്റിലാണ് കേട്ടോ നമ്മളിത് തരുന്നത്. ഇത്രയും പൂക്കളും പൂമൊട്ടുകളോട് കൂടിയിട്ടുള്ള ചെടികളാണ്. പിന്നെ നമ്മൾ പറയുന്നത് നല്ല രീതിയിൽ കെയർ ചെയ്യുക. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയെടുക്കുന്ന പോലെ നമ്മുടെ ചെടി ഒന്ന് ഉഷാറാക്കിയെടുക്കുക. പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ തുലാവർഷമാണ്. അപ്പോൾ അത്യാവശ്യം ചെടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴയൊക്കെ കൊണ്ട് വേഗം സെറ്റായി കിട്ടും. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ബട്ടൺ റോസിൻ്റെയും സമ്മർ സ്നോയുടെയൊക്കെ കളക്ഷൻ വരുന്നത്. നമ്മുടെ നഴ്സറിയുടെ ഒരറ്റത്തു നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണെത്താത്ത അത്രയും ദൂരെയാണ് കേട്ടോ റോസാ ചെടികൾ ഇരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഈ ഇപ്പം മുതൽ ചെയ്യുന്നത് റോസാ ചെടികളാണ്. റോസാ ചെടികൾ നമ്മൾ എല്ലാ തവണയും ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ഇത്രയും നല്ല ഓൺ റൂട്ട് ആയിട്ടുള്ള ചെടികൾ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കാതിരിക്കുന്നത്? അതും നമുക്ക് ഇതെന്ന കട്ടിങ്സ് വെച്ച് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ബട്ടൺ റോസും സമ്മർ സ്നോ വൈറ്റും കൂടാതെ ഇതേ പീച്ച് ക്രീക്രി എന്ന് പറയുന്ന റോസാണ് കേട്ടോ ഈ കാണുന്നത്. ക്രീക്രി റോസ് എന്ന് പറയും. അപ്പോൾ അതും കുഞ്ഞു കുഞ്ഞു പൂക്കളോട് കൂടിയിട്ട് നല്ല രീതിയിൽ ചെടിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതും ഓൺ റൂട്ട് തന്നെയാണ്. കഴിവതും നമ്മൾ ബഡ് ചെയ്ത പ്ലാന്റ്സ് എടുക്കാറുണ്ടെങ്കിലും കഴിവതും ബഡ് ചെയ്ത പ്ലാന്റ്സിനേക്കാൾ കൂടുതലും നമ്മൾ ഇതേപോലെയുള്ള ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. അതാകുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഹാൻഡിൽ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് കഴിയും. നമ്മൾ സാധാരണ പറയുന്നത് പോലെ വീണ്ടും നമ്മൾ പറയുകയാണ്, നമ്മളെ ചെടികൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ യാതൊരു വളവും ചേർക്കാതെ വെറുതെ മണ്ണിനകത്ത് വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കേണ്ടത് ചെറിയ ബ്ലാക്ക് കവറുകളിലായിരിക്കട്ടെ ഏറ്റവും ഉത്തമം. നമ്മുടെ ചെടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കവറ് ഒന്നുകിൽ 4 സൈഡും തട്ടിയെടുത്തിട്ട് മണ്ണ് നമുക്ക് കവർ കീറാതെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ കവർ കീറിയിട്ട് ആ മണ്ണോട് കൂടിയിട്ട് നമുക്ക് പുതിയൊരു ചട്ടിയിലേക്കോ താഴെ നിലത്തൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ കൊടുക്കുക. വളമിട്ട് കൊടുത്താൽ 2-3 നേരമൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും വേണം കേട്ടോ. ഇതൊക്കെ നമ്മൾ തുടക്കത്തിലേ വീഡിയോ ചെയ്യുന്ന സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഒന്നുകൂടി പറയുകയാണ്. പിന്നെ ഏത് പുതിയൊരു ചെടിയും നമ്മൾ മാറ്റി നടുന്ന സമയങ്ങളിൽ അതിൻ്റെ ഇല മഞ്ഞളിക്കുകയും ഇല കൊഴിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ശേഷം പുതിയ പുതിയ തളിർപ്പുകൾ വരുമ്പോൾ നമ്മളതിനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുവരിക. നല്ല തുടക്കത്തിൽ മൊട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടിയെ ആദ്യം ഒന്ന് ബുഷിയാക്കി നിർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ ബുഷിയായിട്ട് വരികയും നിറയെ പൂക്കൾ വരികയും ചെയ്യുള്ളൂ. സാധാരണ നമ്മൾ ഒരു ചെടിയിൽ പൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, സങ്കടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ചെടി വളരെ പെട്ടെന്ന് ഇങ്ങനെ ബുഷിയാവാതെ നീണ്ടു പോവുകയും അതിനകത്ത് 2-3 പൂക്കൾ തന്നാൽ ചെടി പിന്നെ അതിൻ്റെ അവസാന സമയങ്ങളിലേക്ക് കടക്കും. അപ്പോൾ അതിന് നമ്മൾ സമ്മതിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുക, നല്ല രീതിയിൽ വളം കൊടുക്കുക, നല്ല നല്ല ഫെർട്ടിലൈസേഴ്സ് എല്ലാം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഫംഗിസൈഡുകളെല്ലാം നമ്മൾ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ബട്ടൺ റോസും സമ്മർ സ്നോ റോസ് കൂടാതെ പീച്ച് ക്രീക്രി റോസ് ഏതോ വാങ്ങിച്ച് വെക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേഗം നമ്മുടെ നമ്പർ എടുത്തിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. പരമാവധി നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക. നമുക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഫോൺ എടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിടുക. നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.